ഇന്ന് നമുക്ക് ഈ നൂല് വെച്ച ഒരു കാർഡ്ബോർഡും കൊണ്ട് നമുക്കൊരു ബാഗ് ഉണ്ടാക്കി നോക്കാം. ചെറിയൊരു ബാഗ്, സിമ്പിളായിട്ടുള്ള ബാഗ്. ഒരു കാർഡ്ബോർഡ് എടുക്കുക, ഒരു 2 ഇഞ്ച് വിഡ്ത്തിൽ 2 കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുക്കുക. സ്വല്പം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ കാർഡ്ബോർഡ് ഒട്ടിച്ചതിൻ്റെ രണ്ടറ്റത്തുള്ള സ്ഥലത്ത് 1.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു കട്ടിട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് മുറിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ വൂളെടുത്തിട്ട് ആ മുറിച്ച ഭാഗത്തൂടെ കോർത്തെടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് എനിക്ക് പറയുമ്പോൾ അത്രയും അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ആ വെട്ടിനകത്തൂടെ വേണം, നമ്മളിങ്ങനെ 2 വശവും കട്ട് ചെയ്തില്ലേ, ആ വെട്ടിനകത്തൂടെ ഇങ്ങനെ ചുറ്റി എടുക്കുക. അങ്ങനെ ഫുള്ള് ചുറ്റി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്രോസായിട്ട് നൂല് ഒരെണ്ണത്തിൻ്റെ മേളിൽ കൂടെ ഒരെണ്ണത്തിൻ്റെ താഴെ കൂടെ അങ്ങനെ നമ്മളിങ്ങനെ നെയ്യുന്ന പോലെ, പണ്ടിങ്ങനെ വാഴയിലൊക്കെ വെച്ച് ഇങ്ങനെ നെയ്യും, മേളും താഴെയും അങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലെ ചരടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 വശത്തുമുള്ള ഈ വെട്ടിനകത്തുനിന്ന് അതിങ്ങനെ കാർഡ്ബോർഡിൽ നിന്ന് വേർപെടുത്തി എടുക്കണം. അതിനുശേഷം 2 വശം നിൽക്കുന്ന നൂല് ഒരെണ്ണം വെച്ച് കെട്ടി കൊടുക്കുക. അടുത്തടുത്തുള്ളത് വെച്ച് കെട്ടി കൊടുക്കുക. അങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മടക്കിയിടും. 2ആയിട്ട് മടക്കും, ബാഗ് പോലെ ആകാൻ വേണ്ടി. എന്നിട്ട് 2 വശവും മുകളിലും താഴെയുള്ള ഓരോ നൂലും കൂടെ ചേർത്ത് കെട്ടി കൊടുക്കുക. ഇന്നത്തെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. 2 വശവും കെട്ടിക്കഴിഞ്ഞ് ബാക്കി അധികം നിൽക്കുന്ന നൂലൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കണം. 2 വശത്തേതും കെട്ടിക്കൊടുക്കണം. വളരെ സിമ്പിളാണ്. ഇതിനകത്ത് കാണുന്ന പോലെ അല്ലെങ്കിൽ പറയുന്ന പോലെയുള്ള കോംപ്ലിക്കേഷനൊന്നുമില്ല. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ റെഡിയാവും. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചിടും, ആ കെട്ടുള്ള ഭാഗമൊക്കെ അകത്ത് പോകാൻ വേണ്ടി, ബാഗിൻ്റെ നല്ല വശം വെളിയിൽ വരാൻ വേണ്ടി. ഇപ്പോൾ ബാഗ് റെഡിയായി കഴിഞ്ഞു. ഇനി അതിനൊരു വള്ളിയും കൂടെ വെച്ച് കൊടുത്താൽ മതി. ഒരു ചരടിട്ട് 2 വശം കെട്ടി കൊടുക്കുക.